ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി പദവി രാജിവെച്ചതിന്റെ വിജയാഘോഷം ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ CJP സംഘടിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുവാൻ ഒരുങ്ങുന്നത്. നേതാക്കളും പ്രധാന സംഘടനക്കാരും നൃത്തം ചെയ്തും മറ്റും ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ അതിരൂക്ഷ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങൾ CJPക്കെതിരെ ഉയർന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി ദുരിതമനുഭവിക്കുമ്പോൾ നേതാക്കൾ ആഘോഷം നടത്തിയെന്നാണ് വിമർശനം. സമര വിജയത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് നേതാക്കൾ ജന്തർ മന്ദറിൽ നിന്ന് മടങ്ങണമെന്ന് പ്രഖ്യാപിച്ച് സ്ഥലം വിട്ടതോടുകൂടി തലചായ്ക്കാൻ സ്ഥലമില്ലാതെ ഒട്ടേറെ പേർ വലഞ്ഞെന്ന തുറന്നു പറച്ചിലുകളും പുറത്തുവരുന്നുണ്ട്. CJPയുടേത് ഇരട്ടത്താപ്പാണെന്നും ഇതിനൊക്കെ ആരാണ് ഫണ്ട് നൽകുന്നതെന്നും BJP വിമർശിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം വരുന്നത്. സമരം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പാർട്ടി നേതാക്കൾ നടത്തുന്ന ഇത്തരം ആഘോഷങ്ങൾ അനാദരവാണെന്നാണ് പലരുടെയും അഭിപ്രായം. CJPക്ക് പിന്തുണയുമായി നിരാഹാരം അനുഷ്ഠിച്ച സോനം വാങ്ചുക്കും ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. വിജയത്തോടൊപ്പം എളിമയും ഉണ്ടാകണമെന്നാണ് വാങ്ചുക് പ്രതികരിച്ചത്. ആത്മാഭിമാനത്തോടും സംയമനത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി വേണം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനെന്ന് അദ്ദേഹം അനുഭാവികളോട് പറഞ്ഞു. വിജയം നേടുന്നതുപോലെ തന്നെ പ്രധാനമാണ് ബഹുമാനവും എളിമയും നിലനിർത്തുക എന്നത്. സമരം അവസാനിപ്പിച്ച മണിക്കൂറുകൾക്കുള്ളിൽ CJPയുടെ പ്രധാന നേതാക്കൾ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത സംവാദങ്ങൾക്കാണ് വഴിവെച്ചത്. CJPയുടെ തന്നെ അനുഭാവികളിൽ നിന്ന് ഈ വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. സമരത്തിൽ പങ്കെടുത്ത ഡസൻ കണക്കിന് ആളുകൾ വീടില്ലാതെയും പട്ടിണിയിലുമാണ്. അവരെ കാണാതെയാണ് ഈ ആഘോഷമെല്ലാം നടത്തുന്നത് എന്നും ഇൻഫ്ലുവൻസർ മേഘ്നാഥ് പ്രതികരിച്ചു. CJP നേതാക്കളോടൊപ്പം ഒരു മാസത്തിലേറെയായി ജന്തർ മന്ദറിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഡസൻ കണക്കിന് സമരക്കാർ ഭക്ഷണവും യാത്രാ സൗകര്യവും താനും മറ്റു ചിലരും ചേർന്നാണ് ഏർപ്പാടാക്കിയതെന്ന് മേഘ്നാഥ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറഞ്ഞു. പുലർച്ചെ 4 മണിക്കാണ് താൻ ഇത് കാണുന്നത്. ഞാനും മറ്റ് ഏതാനും പേരും കഴിഞ്ഞ 2 ദിവസമായി വഴിയിലായവരും പട്ടിണിയിലാവുകയായിരുന്നു എന്ന് CJP വോളണ്ടിയർമാർ സമരക്കാരെയും സ്വന്തം പണം മുടക്കിയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ഞാനും ഒന്നും പറയേണ്ടതില്ലെന്ന് കരുതിയതാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ പോയി. CJPയുടെ ആഘോഷ വീഡിയോയെക്കുറിച്ച് മേഘ്നാഥ് കുറിച്ചു. CJPക്കെതിരെ ശക്തമായ മുന്നറിയിപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത്. നിങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഡൽഹിയിൽ 70-ലധികം സമരക്കാരും വിദ്യാർത്ഥികളും പട്ടിണി കിടക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് അവരെ പറ്റി ചിന്തയില്ലായിരുന്നു. അഭിനന്ദനങ്ങൾ CJP, നിങ്ങളുടെ ഒടുവിൽ ഏറ്റവും സാധാരണ രാഷ്ട്രീയ പാർട്ടി മാത്രമായി മാറിയിരിക്കുന്നു. എന്നാൽ വിമർശനങ്ങൾ ശക്തമായതോടുകൂടി ഈ വീഡിയോ പുതിയ തലമുറയുടെ ആവേശത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് CJP ന്യായീകരണവുമായി രംഗത്തെത്തി. ഞങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും റോഡിലിരിക്കാം, നൃത്തം ചെയ്തുകൊണ്ട് പ്രക്ഷോഭം നടത്താം, കോൾഡ് കോഫി കുടിച്ചുകൊണ്ട് സംഘാടനം നടത്താം. CJP വക്താവ് സൗരവ് ദാസ് തിങ്കളാഴ്ച എക്സിൽ കുറിച്ച ഈ വാക്കുകളാണ്. ഈ തലമുറ അങ്ങനെയാണ്. ആത്മവിശ്വാസമുള്ളവരും സർഗാത്മകതയുള്ളവരും പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരുമാണ്. സർക്കാരിനും ചില ടെലിവിഷൻ ആങ്കർമാർക്കും പുതിയ തലമുറയുടെ ഭാഷ മനസ്സിലാകുന്നില്ല. മുതിർന്ന ആളുകൾക്ക് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കാം. അവർ ഞങ്ങളെ സഹിച്ചേ പറ്റൂ എന്നും അദ്ദേഹം പറയുന്നു. ഈ ആഘോഷം യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തിന്റെ മുന്നണിയിൽ നിന്ന് വോളണ്ടിയർമാരെ ആദരിക്കാൻ സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മയായിരുന്നുവെന്ന് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു. നിർഭാഗ്യവശാൽ ഞങ്ങൾ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ അതിനു മുൻപ് എല്ലാ വോളണ്ടിയർമാരുമായി ഒരു തവണ തുറന്ന ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങൾ നിലനിർത്തിയിരുന്ന അവരോട് ഓരോരുത്തരോടും സംസാരിച്ചു. അത് വളരെ ആവശ്യമായിരുന്നു. താനും BJP വക്താവും കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെയാണ് CJP സമരത്തിൽ പങ്കെടുത്ത ക്രിമിനലുകളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. CJP സമരവേദിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർ എത്തിയതായി ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. ജൂലൈ 20-നും 25-നും ഇടയിലാണ് ഇവർ സമരവേദിയിൽ എത്തിയത്. സമരവുമായി ബന്ധമുണ്ടായ ആക്രമണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന കാര്യം വിശദമായി തന്നെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കർഷക പ്രക്ഷോഭം പോലും ഡൽഹി അതിർത്തിയിൽ ഒതുങ്ങിയെങ്കിലും വിദ്യാർത്ഥികൾ തങ്ങളുടെ വെല്ലുവിളി പാർലമെന്റ് കവാടത്തിൽ വരെ എത്തിച്ചു. കഴിഞ്ഞ ഒരു വാഴവട്ടക്കാലത്തെ മോദി ഭരണത്തിൽ ഇത്തരം ഒരു വെല്ലുവിളി കേന്ദ്രം നേരിട്ടിട്ടില്ല എന്ന തീർച്ച. പാർലമെന്റ് വർഷകാല സമ്മേളനം നടക്കുന്നതിനിടെ ചെറു പാർട്ടികളെ പിളർത്തിയും മറ്റു കരുത്തുകൂട്ടി ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവന്ന BJPക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത്. യുവജന പ്രക്ഷോഭത്തിന്റെ ചൂര് ആദ്യമായല്ല രാജ്യം കാണുന്നത്. കൂട്ടബലാത്സംഗ വിഷയത്തിൽ തലസ്ഥാനത്ത് ഒരു ആഹ്വാനവും ഇല്ലാതെ പ്രതിഷേധം അണപൊട്ടിയതാണ്. 2014 കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് കാരണങ്ങളിൽ ഒന്നായ 2011 അണ്ണാ ഹസാരെ മുൻനിർത്തി തുടങ്ങിയ സമരവും നമ്മൾ കണ്ടതാണ്.
1975 അടിയന്തരാവസ്ഥയ്ക്കും 77 കോൺഗ്രസ് സർക്കാരിന്റെ പരാജയത്തിനും എല്ലാം വഴിവെച്ച JP മൂവ്മെന്റിന്റെ തുടക്കവും ഇതുപോലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു. അഴിമതിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാരണം പൊറുതിമുട്ടിയ വിദ്യാർത്ഥി സംഘടനയായ ബീഹാർ ഛാത്ര സംഘർഷ് സമിതിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ തുടങ്ങിയ സമരം 1974 മാർച്ച് 18 പ്രക്ഷോഭകർ ബീഹാർ നിയമസഭാ മന്ദിരം വളയാൻ ശ്രമിച്ചു. അന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ വീണ്ടും 8 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനുശേഷമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായൺ പ്രക്ഷോഭത്തെ നയിക്കാനെത്തുന്നത്. 1974 ജൂൺ 5-നാണ് അദ്ദേഹം സമ്പൂർണ്ണ ക്രാന്തി അഥവാ ടോട്ടൽ റിവല്യൂഷൻ എന്ന ആഹ്വാനം നടത്തുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, അധ്യാപകർ, തൊഴിലാളികൾ, കർഷകർ, മധ്യവർഗ സംഘടനകൾ എന്നിവരെല്ലാം ഈ സമരത്തിന്റെ ഭാഗമായി. സമരം രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വലിയ വെല്ലുവിളിയുമായി. സത്യത്തിൽ ജനതാ പാർട്ടി രൂപീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികളെ ഒരുമിച്ച് കൂട്ടിയതും ഈ സംഭവം തന്നെയാണ്. ഈ JP മൂവ്മെന്റിന് പ്രേരണയായതാവട്ടെ 1974 ഗുജറാത്തിൽ നടന്ന മറ്റൊരു വിദ്യാർത്ഥി സമരമായിരുന്നു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ചിമൻഭായി പട്ടേലിന്റെ രാജിക്കും നിയമസഭ പിരിച്ചുവിടപ്പെടുന്നതിനും വരെ കാരണമായ നവനിർമ്മാണ ആന്തോളൻ, ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെ വൻ വിലയും ഗുണമേന്മയും ഇല്ലായ്മയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ച് ബോർബി എഞ്ചിനീയറിംഗ് കോളേജിലും അഹമ്മദാബാദിലെ LD എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് പ്രതിഷേധം തുടങ്ങിയത്. വിലക്കയറ്റം, ആവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ്, തൊഴിലില്ലായ്മ, മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേലിന്റെ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടെ സമരത്തിന്റെ ഭാഗമായതോടെ സമരം വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങിയില്ല. അധ്യാപകർ, വ്യാപാരികൾ, ഇടത്തരക്കാർ, തൊഴിലാളികൾ, പ്രതിപക്ഷ പാർട്ടികൾ എന്നിവരെല്ലാം ഭാഗമായി. ഗുജറാത്ത് മുഴുവൻ ഹർത്താലുകളും പ്രകടനങ്ങളും വ്യാപകമായി. പല പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. കർഫ്യൂ ഏർപ്പെടുത്തി. സൈന്യത്തെ വിന്യസിച്ചു. ഭക്ഷണവില കുറയ്ക്കാനും അഴിമതിക്കാരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട പ്രതിഷേധം. പിന്നെ മുഖ്യമന്ത്രി ചിൻഭായ് പട്ടേലിന്റെ രാജി. പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പിലേക്ക് ആ പ്രതിഷേധം എത്തിച്ചേർന്നു. ഇപ്പോൾ CJP പ്രതിഷേധത്തിലും നടന്നത് അത് തന്നെയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവരും പിന്തുണ പ്രതിഷേധത്തിനുണ്ടായിരുന്നു. പല പ്രായത്തിലുള്ളവർ, പല ജോലിയുള്ളവർ, അവരെല്ലാം ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കാൻ തെരുവിലിറങ്ങി. ആയിരങ്ങളും പതിനായിരങ്ങളുമായി ജനപ്രവാഹമായി. വേറൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുങ്കാറ്റായി പാർലമെന്റിൽ ആഞ്ഞടിച്ചത് അങ്ങനെയാണ്. രാവ് പകലാക്കി പഠിച്ച പല വിദ്യാർത്ഥികളെയും ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ പറ്റിച്ചു എന്ന വികാരത്തിൽ നിന്നാണ് കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജൂൺ 6-ാം തീയതി സമരം തുടങ്ങിയത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും പുനർപരീക്ഷ നടത്തുകയും ചെയ്ത 37 ദിവസത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിലുടനീളം 12 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഇതൊക്കെയായിരുന്നു സമരം ചെയ്തവരുടെ ആവശ്യങ്ങൾ. പക്ഷേ കേന്ദ്ര സമരം കണ്ട ഭാവം നടിച്ചില്ല. ഈ സമയമാണ് സോനം വാങ്ചുക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരം തുടങ്ങിയത്. നിരാഹാരം 20 ദിവസത്തോളം കഴിഞ്ഞതോടെ ജനശ്രദ്ധ കിട്ടി. പക്ഷേ സർക്കാർ മാത്രം ഒന്നും ശ്രദ്ധിച്ചില്ല. ഒടുക്കം കോടതി ഇടപെട്ടു. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിനെ അവിടെ നിന്നും മാറ്റി. ഇതിന് പിന്നാലെയായിരുന്നു പാർലമെന്റിലേക്കുള്ള മാർച്ച് സർക്കാർ ക്രൂരമായി നേരിട്ടത്. ഇതോടെ പ്രതിപക്ഷമടക്കം കണ്ണു തുറന്നു.